വളരെ ഭംഗിയുള്ള ഒരു കോളർ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി. കണ്ട നല്ല സൂപ്പർ കളറായിട്ടില്ലേ. കണ്ട അപ്പം ഇത്ര നല്ല നീറ്റിൽ നമുക്ക് കോളർ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഈ ഒരു മെഷർമെൻറ്റ് അപ്പം ഈ ഒരു രീതി എല്ലാവരും ഫോളോ ചെയ്താൽ മതി. ഹായ് ഹലോ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു 4 വയസ്സായ കുട്ടിക്ക് ഒരു കുർത്തി തയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഈ ഒരു എലിഫന്റ് പ്രിന്റ് വരുന്ന ഫാബ്രിക് നമ്മുടെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം. ആ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വിടുത്ത് വരുന്നത് 42 ഇഞ്ചാണ് വിടുത്ത് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് മീറ്ററിന് പെർ മീറ്റർ 120 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പം ഓണത്തിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ടാണ് ഇത് സ്റ്റോക്ക് നമുക്ക് അധികം കയ്യിലുണ്ടാവില്ല, പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ട് പോകും. അപ്പോൾ ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് നല്ല പ്യുവർ കോട്ടൺ ആണ്. അപ്പോൾ ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് നമുക്ക് 4 വയസ്സായ കുട്ടിക്ക് ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാം. കോളർ കുർത്തി കേട്ടോ. അപ്പോൾ ഞാനിത് വിത്ത് വൈസ് 2 മടക്കിയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നമ്മൾ ഒന്നും കൂടെ മറക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ 4 വയസ്സായ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിന് താഴെ മതിയാകും. ഒരു 1.5 മീറ്റർ മതിയാകും. അല്ല, 1.5 മീറ്റർ വേണ്ട, കാരണം സ്ലീവും കൂടെ കിട്ടിയിട്ട് ഒരു 1.25 മതിയാകും. അപ്പം ഇതിപ്പോൾ വിടുത്ത് ഒരുപാടുള്ളത് കൊണ്ട് ഇങ്ങനെ വിടുത്ത് വയസ്സ് 2 വട്ടമായിട്ട് മടക്കി വെച്ചേക്കാണ്, മൊത്തം 4ആയിട്ട്. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഒരു ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് താഴത്തോട്ട് ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളത് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കണം. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കണം. ഓക്കെ, ഇനി ഇവിടെ നിന്നിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഫുൾ ലെങ്ത് വരുന്നത് നമ്മളിവിടെ ഫുൾ ലെങ്ത് വരേണ്ടത് 14 ഇഞ്ചാണ് ഫുൾ ലെങ്ത് ആയിട്ട് വരുന്നത്. മടക്കി അടിക്കാനും കൂടെ 1 ഇഞ്ച്. പിന്നെ ബാക്ക് പാർട്ടിലേക്ക് നമ്മളിവിടെ ഇതും കൂടെ 1 ഇഞ്ച് മുകളിൽ വിട്ടത് ബാക്ക് പാർട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട്. 1/2 ഇഞ്ച് നമുക്ക് കോളർ കുർത്തി തയ്ക്കുമ്പോൾ മുകളിലേക്ക് കൂട്ടിയെടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മുകളിൽ സ്പേസ് വിട്ടേക്കുന്നത്. അപ്പം അതും കണക്കാക്കിയിട്ട് 15 നമ്മൾ നിർത്താണ് മടക്കി അടിക്കാനും കൂടെ കേട്ടോ. അപ്പം 15 വരെ നമ്മൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ ഷോൾഡർ ഈ കുട്ടിയുടെ വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ 5 ഇഞ്ചാണ് 10ന്റെ പാതി വരുന്നത്. ആ 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിച്ചേർക്കുക. ഏത് കോളർ കുർത്തി സ്റ്റിച്ച് ചെയ്യുമ്പോഴും എത്രയാണോ ഷോൾഡർ വരുന്നത് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടിച്ചേർത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ കുട്ടിയുടെ ആം ലെങ്ത് വരുന്നത് 5 ഇഞ്ചാണ്. 5 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിച്ചേർത്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. വരച്ചു കൊടുക്കുന്നു. പിന്നെ വേസ്റ്റ് റൗണ്ട് ആയിട്ട് ഒരു 9.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. പിന്നെ വരുന്നത് ഫുൾ ലെങ്ത് ആണ്. നമുക്കിതിൽ വേറെ പെൺകുട്ടികളെ പോലെ ഷേപ്പും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. ആൺകുട്ടികൾക്ക് ആയതുകൊണ്ട് ലൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊക്കെ നമ്മളൊന്ന് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം. ചെസ്റ്റ് ലൈനിൻ്റെ അവിടെ നമ്മളൊന്നിങ്ങനെ ഉറപ്പിച്ച് വരച്ചു കൊടുക്കാം. അതേപോലെ തന്നെ വേസ്റ്റ് ലൈനിൻ്റെ അവിടെ നമ്മൾ ഉറപ്പിച്ച് വരച്ചു കൊടുക്കാം. പിന്നെ ഫുൾ ലെങ്ത്തിൻ്റെ അവിടെ നമ്മൾ 15 ഇഞ്ച് ലെങ്ത്തിലാണല്ലോ എടുക്കണം. മടക്കി അടിക്കുമ്പോൾ 14 വരും. ഇത്രയും വരച്ചു കഴിഞ്ഞു. ഇനി നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു കാര്യം കൂടെ മാർക്കില്ല. 1/2 ഇഞ്ച് നമ്മൾ വിട്ടില്ലായിരുന്നോ? 1/2 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്ന കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചറിയാം. ഇവിടെ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്, അതായത് ബെസ്റ്റ് റൗണ്ടാണ് ഇവിടെ എഴുതിക്കുന്നത്. അതായത് 21ന്റെ 4/1 കാണുമ്പോൾ എത്ര കിട്ടും? 5.25 കിട്ടും. 5.25 നമ്മളിവിടെ മാർക്ക് ചെയ്യാം. 5.25
5.25 5.25 നമ്മളിവിടെ മാർക്ക് ചെയ്യാം. നമ്മളൊരു 2 ഇഞ്ച് തയ്യൽ കൂടെ കൊടുത്തേക്കാം. ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് സെന്റർ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു കർവ് അങ്ങ് വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തേക്കാം. ബാക്ക് ഒരു ലെവലിൽ കട്ട് ചെയ്താലും വിഷയമൊന്നും തന്നെ വരുന്നില്ല. 5.5 ഇഞ്ചാണ് എടുത്തത്. 5.5 ഇഞ്ചിന്റെ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ച് ഇവിടെയാണ് കിടക്കുന്നത്. അതായത് ചെസ്റ്റ് റൗണ്ട് 4/1 എന്ന് പറയുന്നത് 21ന്റെ 4 പറയുന്നത് 5.25 നോക്കുന്നു. 5.25 നമ്മളിവിടെ മാർക്ക് ചെയ്തു. ആ 5.25 പറഞ്ഞു കൊടുത്തത് നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് ഫ്രണ്ടിലോട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കർവ് ബാക്ക് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പൊ ഇതാണ് ബാക്ക് പോർഷൻ ആയിട്ട് വരുന്നത്. ബാക്ക് പോൾ എന്ന് പറയുന്നത് ഞാനിങ്ങനെ അമർത്തിയത് കാണുന്നില്ല. അതാണ് നെക്ക് വിടുത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. 2 ഇഞ്ചിൽ നിന്ന് ഈ 1/2 ഇഞ്ചിലോട്ട് നമ്മൾ ഒരു ഷോൾഡർ സ്ലോപ്പ് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കാം. ഇവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഈ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ സെപ്പറേറ്റ് മാർക്ക് ചെയ്താണ്, നിങ്ങൾക്കത് കൺഫ്യൂഷൻ വരും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്ന് ഇത് ഇറക്കി വെക്കണം. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്യാം. ഇനി ഈ പോയിന്റിൽ നിന്നും മുകളിലോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ 1/2 ഇഞ്ചും കൂട്ടി യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം. കണ്ടോ? ഈ പോർഷനിൽ നിന്ന് ഇങ്ങോട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒപ്പം ഇട്ട് കട്ട് ചെയ്യരുത്, സെപ്പറേറ്റ് വേണം കട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ പോർഷനുകളൊക്കെ വരച്ച് കഴിക്കാം. ഇനി നമ്മളിവിടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 21 തന്നെയാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പൊ 5.25 തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നു. ഇത് സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കുന്നു. വേറെ ഇതിലൊന്നുമില്ല, സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. ആദ്യം നമ്മള് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് നേരെ കട്ട് ചെയ്ത് കൊടുക്കാം. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നെക്ക് കൊടുത്ത് വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ബാക്ക് പാർട്ട് നമ്മൾ മാറ്റി വെച്ചേക്കണം. എന്നിട്ട് ഇത് ഒരേപോലെ വെക്കാം. ഇനി നമ്മളിത് ഫസ്റ്റ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തത് നമ്മൾ കട്ട് ചെയ്ത് സ്ട്രൈറ്റ് ചെയ്ത് കട്ട് ചെയ്ത് തരണം. ഈ 1/2 ഇഞ്ച് നമുക്ക് ഈ ഒരു ഭാഗം ബാക്കിലേക്ക് മാത്രമേ കൂട്ടിച്ചേർക്കേണ്ടതുള്ളൂ, ഫ്രണ്ടിലേക്ക് വേണ്ട, അത് കളഞ്ഞേക്കാം. ബാക്ക് പോർഷന്റെ ഈ ഒരു ഭാഗം നമ്മൾ മെഷർ ചെയ്തെടുക്കാം. നമ്മളിവിടെ ഞാൻ ഒരു 1/2 ഇഞ്ച് കൂട്ടി ചേർത്ത് കട്ട് ചെയ്തെടുത്തേക്കണം. 6 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. കാരണം ഇവിടെ ഞാനൊരു കൂടുതൽ കട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കും ചെയ്യാം കേട്ടോ. ഞാനൊരു 2 ഇഞ്ചാക്കി തയ്യൽ തുമ്പ് ഇട്ടുന്നുള്ളൂ. ലൂസ് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കാണെന്ന് വെച്ചാൽ 6.25 വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ
4ആക്കി മടക്കിയിടാം. 6:45 തന്നു. 6:45 വരുമ്പോൾ നമ്മൾ 5:45 മാർക്ക് ചെയ്യണം. താഴത്തോട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കോണായിട്ട് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഒരു ഏകദേശം സെൻറ്റർ കാണാം. ഇവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ വരണം. ഇത് നമ്മൾ അളന്ന് നോക്കാം. അല്ല 6:45 വരും. കറക്റ്റ് 6:45 വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 13 ആണ്. 13.5 മടക്കി അടിക്കാൻ കൂടെ 14.5 നമ്മൾ മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു 4.5 വരുമ്പോട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൂട്ടി യോജിച്ച് കൊടുക്കാം. ഒറ്റ വരെ വരുന്നു. നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്ര നമ്മളിവിടെ ഫ്രണ്ടില് നെക്ക് എടുത്ത് എന്ന് പറഞ്ഞത് 2 ആണ് കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് നമ്മൾ താഴത്തോട്ട് 2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. ഒരു 2 ഇഞ്ചിന്റെ കൂടെ ഒരു കാൽ ഇഞ്ച് കൂടുതൽ കൊടുക്കുക. കാരണം നമുക്ക് കോളറും കൂടെ അറ്റാച്ച് ചെയ്യണമല്ലോ. കോളർ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് കയറി നിൽക്കും. മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കളയാം. ബാക്കിൽ നമ്മൾ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഒന്ന് കാല് കൂടെ മാർക്ക് ചെയ്തിട്ട്, കാരണം നമ്മൾ കോളറോടെ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ 1.25 മാർക്ക് ചെയ്യാം. അതായത് 1.25 കേട്ടോ. അതായത് ഒരു അര ഇഞ്ചും 2 പോയിന്റ് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇതേപോലെ തന്നെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. ശരി, 1.5 ഇഞ്ച് മതിയാകും കേട്ടോ. ഇങ്ങനെ 2 പോയിന്റ് ഞാൻ കൂട്ടിയെടുത്തില്ലായിരുന്നു, അത് എടുക്കണ്ട. 1.5 ഇഞ്ച് തന്നെ മതിയാകും. ബ്രാക്കറ്റ് നമ്മൾക്ക് കട്ട് ചെയ്യണത് എങ്ങനെയാന്ന് നോക്കാം. നമ്മളിവിടെ നിന്ന് സെൻറ്ററിൽ കൊണ്ട് ഒരു 5 ഇഞ്ച് മതിയാകും. 5 മിനിറ്റ് 4.5 മതിയാകും. ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കും. കറക്റ്റ് സ്ട്രൈറ്റ് തന്നെ വരച്ചു കൊടുക്കാം കേട്ടോ. 4.5 മതിയാകും. 4.5 ധാരാളം. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് 1 ഇഞ്ച്, അങ്ങോട്ട് 1/2 ഇഞ്ച്, ഇങ്ങോട്ട് 1/2 ഇഞ്ച്. എന്നിട്ട് ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം. ഇവിടെ ഈ 1/2 ഇഞ്ച് നമ്മൾ ഒരു 1/4 ഇഞ്ച് നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തേക്കാം. എന്നിട്ട് ഈ കോണിൽ നിന്ന് ഈ കോണിലോട്ട് വരയ്ക്കാം. ഈ കോണിൽ നിന്ന് ഈ കോണിലോട്ട് വരയ്ക്കാം. എന്നിട്ട് നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക, ഇങ്ങനെ കട്ട് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യും ഇവിടെ വരെ മുട്ടണം കേട്ടോ. കട്ടിങ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ നിർത്താം. ഈ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് നിർത്താം. നേരെ ഇവിടെ നിന്ന് ഈ കോണിലോട്ട് ഒരു കട്ടിങ് കൊടുക്കാം. കയറി അങ്ങ് പോരുത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കോണിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബ്ലാക്കറ്റിന് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ നിൽക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അടിക്കാനുള്ള തുണി, നമ്മളിവിടെ തുണി പീസ് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുക്കുന്നത് ലെങ്ത് എന്ന് പറയുന്നത് 3 ഇഞ്ച് മാർക്ക് ചെയ്തേക്കാം. 3 ഇഞ്ച് മാർക്ക് ചെയ്തേക്കാം.
കറക്റ്റ് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് മാർക്ക്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരൊറ്റ തുണി മതിയാവും. നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പാതിയിൽ അയൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ ഒരു അരയിഞ്ചും മടക്കിയിട്ട് ഒക്കെ ഇവിടെ നിന്നും അരയിഞ്ച് മടക്കിയിട്ട് ഇതേപോലെ രീതിയിൽ അയൺ ചെയ്തെടുക്കണം. നമ്മൾ ഇതിൻ്റെയൊക്കെ സൈഡ് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൽ ബ്ലാങ്കറ്റ് എങ്ങനെ വെക്കണേ എന്നുള്ളതാണ് കാട്ടുന്നത്. ഇതേപോലെ 3 ഇഞ്ച് വീതിയിൽ എടുത്തിട്ട് ഞാൻ രണ്ടാക്കി മടക്കി അതിനെ അരയിഞ്ച് ഉള്ളിലേക്ക് എടുത്ത് മടക്കി അയൺ ചെയ്ത് എടുത്തേക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാം. കറക്റ്റ് ലെവലിൽ നേരേക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാം. ഇതുണ്ടല്ലോ ഒറ്റയടിക്ക് നമ്മളിതങ്ങ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിത് ഊരിക്കഴിഞ്ഞ് ഇനി ആവശ്യമില്ലാത്ത ഈ എക്സസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേലേക്കൂടെ ഇങ്ങനെ വെക്കാം. വളരെ ഈസി ആയിട്ട്. എന്നിട്ട് നമ്മളിതിങ്ങ് ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്മളിത് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ നേരേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കോളർ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളിത് പകുതിയാക്കി രണ്ടാക്കി, അതായത് ഇങ്ങനെയുള്ളത് ഇങ്ങനെ മടക്കിയിടുക. ഇതും തുല്യമായി വരത്തക്ക രീതിയിൽ വെക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അളന്ന് എത്രയാണെന്ന് നോക്കാം. ഇത് ഞാൻ അളന്നപ്പോൾ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ അളക്കുക. തെറ്റാണ്ട് കൈവിടാണ്ട് ഇങ്ങനെ അളന്ന് എടുക്കുക. ആറര 2-3 വട്ടമൊക്കെ അളന്നെടുക്കട്ടെ. ഞാനിത് മുന്നേ അളന്നിരുന്നത്, അതാണ് എനിക്ക് 6.5 തന്നെയാണ് കിട്ടുന്നത്. ആ 6.5 എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് എവിടെയെങ്കിലും ഒരു പേപ്പറിൽ 6.5 എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതേപോലെ ഒരു ക്യാൻവാസ് എടുക്കുക. കുറച്ച് വീതിയിലുള്ളത് എടുക്കുക. ഇത് കുഞ്ഞിതായത് കൊണ്ട് ഞാൻ ഇത്ര ചെറുത് എടുത്തോളൂ. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 6.5 നിന്ന് 6.5-യിൽ നിന്നും, അതായത് ടോട്ടലി പകുതിയായിട്ടാണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ 6.5-യുടെ ഫുള്ളായിട്ട് വരുമ്പോൾ 13ആയിട്ടായിരിക്കും വരിക. 13ആണ് വരുന്നത്. നമ്മൾ 6.5 ആ 13ൻ്റെ പാതി 6.5-യിൽ നിന്ന് നമുക്ക് ലെങ്ത്ത്, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ പാതി. ഞാനിവിടെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 2.4 2.4-ൻ്റെ പകുതി എന്ന് പറയണത് 1.1 അപ്പോൾ ഈ 6.5 മൈനസ് 1.1 എന്നുള്ളത് കുറച്ച് കിട്ടുന്നത് എത്രയോ ഈ 5.4 നമ്മൾ ഈ ക്യാൻവാസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് രണ്ടാക്കി മടക്കാം. ഈ രണ്ടാക്കി മടക്കി വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ 5.4 ഉണ്ടല്ലോ, ആ 5.4 ഇവിടെ മാർക്ക് ചെയ്യാം. എത്രയാണോ നമ്മുടെ കഴുത്തിറക്കം എന്നത് അതിവിടെ താഴത്തോട്ട് മാർക്ക് ചെയ്യാം. ഞാനിതൊന്നും കൂടെ അത്രയല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ടിത് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്നും ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു കർവ് വരച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെ വരുന്ന രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലൊരു റൗണ്ടിൽ കിടന്നോട്ടെ. എന്നിട്ട് ഇത് നമ്മൾ അളന്ന് നോക്കാം. അളന്ന് നോക്കുമ്പോൾ നമ്മൾ
പകുതി അളന്നെടുത്തില്ലേ, ആ അളന്നെടുത്തത് ഇവിടെ കിട്ടണം. കിട്ടണില്ല എന്നുണ്ടെന്ന് വെച്ചാൽ എവിടെയാണോ കിട്ടണേ അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്ത് അത്രയും ഭാഗം നീട്ടിയെടുക്കാം. കണ്ടോ, എനിക്ക് ഇത്രയും പോയിന്റ് കുറവായിരുന്നു, അതുകൊണ്ട് നീട്ടിയെടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് എല്ലായിടത്തുനിന്നും 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് കൂട്ടി വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരും. നമ്മൾ ഒപ്പം വരയ്ക്കുക. എന്നിട്ട് ഈ കോണിൽ നിന്ന് നമ്മളിത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ കർവ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ കോളറായിട്ട് വരുന്നത്. ഈ മെഷർമെൻറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ അളക്കുമ്പോൾ 6.5, എനിക്ക് 6.5 6.5 എവിടെ കിട്ടുന്നു അവിടെ പോയിന്റ് ഇട്ടിട്ട് നമ്മളത് എടുക്കുക. ഇനിയിപ്പോൾ കയറിയിട്ടപ്പോൾ 6.5 വരണമെന്ന് വെച്ചാൽ അവിടെ തന്നെ മാർക്ക് ചെയ്തിട്ട് നേരെ വരച്ചിട്ട് ഇതേപോലെ തന്നെ ഉള്ളിൽ വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. ഇങ്ങനെയാണ് കോളർ വയ്ക്കുക. ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കും കോളർ, കണ്ടോ. ഇനി നമ്മളിത് ക്ലോത്തിൽ വെച്ച് കൊടുക്കാം. അതുപോലെ 2 പീസ് തുണി വേണം. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മളിത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചുറ്റും 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കളയാം. ഇനി പറയാം, ഇവിടെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ബോഡിയിൽ അറ്റാച്ച് ചെയ്യാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് തൊട്ട് കറക്റ്റ് ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ വീതിയിൽ നമ്മൾ കറക്റ്റ് അതേ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് പോയിന്റിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് ചെയ്യുമ്പോൾ ഈ സൈഡ് ആദ്യത്തെ നമ്മൾ ഇതേപോലെ മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു കാര്യം ചെയ്യണം, ഇത് നമ്മൾ മടക്കി തന്നെ അയൺ ചെയ്യും. അയൺ ചെയ്തതിന് ശേഷം തിരിച്ചിട്ടിട്ട് ഇതേപോലെ, അപ്പം നമ്മൾക്ക് ഇവിടെ മുകളിൽ വേറെ സ്റ്റിച്ചിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. നല്ല നീറ്റിൽ ഫിനിഷിങ്ങിൽ നമുക്കത് കോളർ കിട്ടും കേട്ടോ. വലിച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല. വലിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിഞ്ഞ് ആകെ കുളമായി പോകും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കോളർ കിട്ടും കേട്ടോ. ഇനി ഈ സൈഡിലത്തെ നമ്മൾ മടക്കിയിട്ട് തന്നെ അയൺ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കണ്ടോ, കോളർ കിട്ടിയിട്ടുണ്ടോ? വളരെ നീറ്റിൽ നമുക്ക് കോളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതാണ് ഞാൻ മടക്കി വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് പറഞ്ഞത്. കണ്ടോ, വളരെ നീറ്റിൽ നല്ല സുന്ദരൻ കോളർ. കണ്ടോ, ഇനി നമ്മൾ ഈ സൈഡാണ് എന്തിൽ നമ്മുടെ ക്ലോത്തിൽ നമ്മൾ ഇത് ഒപ്പത്തിന് വെച്ചതിന് ശേഷം ഇവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പോർഷനിൽ ഒരു ചെറിയ നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ടിത് ഓപ്പൺ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഒപ്പത്തിന് വെച്ചിട്ട് ഇവിടെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് മാത്രം നമുക്ക് വിട്ടേച്ചാൽ മതി കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ 1/4 ഇഞ്ചാണല്ലോ വിട്ടേക്കുന്നത്. ഒത്തിരി കൂടിപ്പോയി, അന്ന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് വെച്ചിട്ട് ഇവിടെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിതാ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് 1/4 ഇഞ്ച് വീതിയിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇതപ്പോൾ ചുറ്റും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു പുറം ഉണ്ടല്ലോ, ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ഈ പുറത്തിനോട് ചേർത്ത് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ? അപ്പം ഭയങ്കര നീറ്റിൽ നമുക്കിത് സംഭവം ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയായില്ലേ, ഫിനിഷിങ് വരുന്നില്ലേ. അപ്പം ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കോളറിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം അത് ചെയ്തിട്ട് കാണിക്കാം. വളരെ ഭംഗിയുള്ള ഒരു കോളർ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി. കണ്ടോ, നല്ല സൂപ്പർ കളറായിട്ടില്ലേ. കണ്ടോ, അപ്പം ഇത്ര നല്ല നീറ്റിൽ നമുക്ക് കോളർ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഈ ഒരു മെഷർമെൻറ്റ്, അപ്പം ഈ ഒരു രീതി എല്ലാവരും ഫോളോ ചെയ്താൽ മതി. ഇനി നമുക്കിതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബോഡി പാർട്ട് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതേ ഉള്ളൂ. ഞാൻ അത് ചെയ്തിട്ട് മൊത്തപ്പാടി കാണിച്ചു തരാവേ.
ഒരു 4 വയസ്സായ കുട്ടിക്ക് ഇടാൻ പറ്റിയുള്ള ഒരു കുർത്ത എന്ന് പറയുന്നത് കോളർ കുർത്ത. വളരെ നീറ്റിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ബട്ടണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതും കട്ട് ചെയ്തതും വീഡിയോ മൊത്തം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഒരു വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.